മെഡിക്കൽ സെന്റർ വരെ. എന്നാ പറ്റി? ഷുഗർ അല്പം കൂടുതലാ, ഒരു പരവേശവും ക്ഷീണവും. ആ, ഇടയ്ക്കൊരു ചെക്കപ്പൊക്കെ നല്ലതാ. എന്തായാലും ഒരു പട്ടിക്കുറുക്കനും കേറിയല്ലാത്ത സ്ഥലത്താ സിസ്റ്റർമാര് ആശുപത്രി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇപ്പൊ നോക്കിയേ ആളുണ്ടോന്ന്. ഡോക്ടർമാര് തന്നെ 10 പേരാ. നഴ്സുമാർ എന്തുമാത്രമാ. ഇവർക്കൊക്കെ എങ്ങനെയാ ശമ്പളം കൊടുക്കുന്നേ? ഇവിടെയാണേ മുഴുവൻ പാവങ്ങളും. ഈ സിസ്റ്റർമാരെ സമ്മതിക്കണം കേട്ടോ. അക്കരയ്ക്ക് ആരും ഇല്ലേ? പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. എസ്ട്രോസിൽ 1000, AB ഫയലിൻ ഇത്ര മതി. സുഖാണ് അമ്മച്ചി? മരുന്ന് കഴിച്ചോ? സമയത്തിന് കഴിക്കണം കേട്ടോ. എന്റെ പേരെന്താന്നറിയോ? സൗമ്യ. സൗമ്യ എന്നല്ലേ? നല്ല പേരാ. നല്ല പേരാ സൗമ്യ. ശരിയാ, സൗമ്യ നല്ല പേരാ. പിന്നെ വരാം. ഓ, ജോബിച്ച, ഇതുവരെ എണീറ്റില്ലേ? സിസ്റ്റർ ഒന്ന് നേരത്തെ എത്തിയോ? ഞാൻ ഈ സമയത്താണല്ലോ എന്നും വരുന്നത്. നല്ല സുഗന്ധം. മാല. എന്ത് മാലയാ? മുല്ലപ്പൂ മാല. ആർക്കാ? ജോബിച്ചിന് തരാനാ. എനിക്കോ? താങ്ക്സ്. ഇവിടെ മേശപ്പുറത്ത് വെച്ചേക്കാം. സിസ്റ്ററെ, ഒരു സംശയം ചോദിക്കട്ടെ? എന്താ? സിസ്റ്ററിന്റെ വേഷം സാധാരണ പെണ്ണുങ്ങളുടേതുപോലെ സാരിയും ബ്ലൗസാണെന്നല്ലേ പറഞ്ഞത്? സിസ്റ്റർമാരുടെ വേഷം ഉടുപ്പല്ലേ? ഉടുപ്പിന് പകരം സാധാരണക്കാരുടെ വേഷം ധരിക്കുന്ന കന്യാസ്ത്രീകളും ഇല്ലേ? മദർ തെരേസയ്ക്ക് ഉടുപ്പുണ്ടായിരുന്നോ? ഈ സഭയുടെ പേരെന്താ? ജെഎം, ജീസസ് ആൻഡ് മേരി. നാട്ടിലെ സാധാരണക്കാരുടെ വേഷമാണ് ഞങ്ങളുടെയും വേഷം. ഇനി മതി ഉറങ്ങിയത്. എഴുന്നേറ്റ് പല്ല് തേക്ക്. പിന്നെ തേക്കാം. പിന്നെ വേണ്ട, ഇപ്പൊ വേണം. ഈ സിസ്റ്ററെ കൊണ്ട് ഞാൻ മടുത്തു. ജോബിച്ചൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയിക്കേ. വാ, എണീക്ക്. അങ്ങനെ. ഞാൻ
പോയിട്ട് ഇപ്പൊ വരാട്ടോ. അല്ല, സിസ്റ്റർ ഊട്ടുമുറിയിൽ നിന്ന് കാപ്പി കുടിച്ചതാണല്ലോ. ഇതാർക്കാ? ഇത് ആ ജോബിച്ചനാ, 24-ാം മുറിയില്. ജോബിച്ചൻ ഇവിടെ ആരുമില്ല സിസ്റ്ററെ. ഇന്നലെ രാത്രിയില് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് ആരുമില്ലെന്നും പറഞ്ഞു. ഇവിടെ വേറെയും രോഗികളുണ്ടല്ലോ. അവർക്കൊന്നും കാപ്പിയും പലഹാരവും കൊടുക്കുന്നില്ലല്ലോ. കണ്ണ് നഷ്ടപ്പെട്ട ആ മനുഷ്യനെ കാണുമ്പോ എനിക്ക് വിഷമോ, അതുകൊണ്ടാ. സൗമ്യ ഡ്യൂട്ടിയിലുള്ളപ്പോഴാ അവൻ ഈ കരച്ചിലും കണ്ണീരും. വേറെ ആരുടെ അടുത്തുമില്ലല്ലോ. ഇതൊന്നും അത്ര നല്ലതിനല്ല. മദർ അറിഞ്ഞാൽ ഇതൊന്നും ഇഷ്ടപ്പെടില്ല. ഞാനൊന്നും പറയുന്നില്ല, ഇഷ്ടം പോലെ ചെയ്യ. സിസ്റ്റർ അല്ലേ? അതെ. എന്താ? കടുങ്കാപ്പിയാ. വേണ്ടേ? എന്താ ഇത് ജോബിച്ച? എന്താണെങ്കിലും പറയൂ. എന്നും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? അവളെന്നെ തനിച്ചാക്കിയിട്ട് പോവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. BSF ക്യാമ്പിനടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഭീകരാക്രമണത്തിൽ അവൾ മരിച്ചു. എന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു. ഈ സങ്കടം അന്നു മുതലുള്ളതാ സിസ്റ്ററെ. അവളുടെ പേരെന്തായിരുന്നു? നാൻസി. എന്റെ നാൻസി. എന്തിനാ ഇങ്ങനെ ആർക്കും വേണ്ടാത്തൊരു ജീവിതം? കുറച്ച് കഴിയട്ടെ, എല്ലാം ശരിയാകും ജോബിച്ച. ജോബിച്ച, ഈ കാപ്പി കുടിക്ക്. ആരെങ്കിലും ജോബിച്ചന് കണ്ണു തരും, കാഴ്ച കിട്ടുകയും ചെയ്യും. ഞാനല്ലേ പറയുന്നത്? ജോബിച്ചൻ കാപ്പി കുടിച്ചിരിക്കെ. എനിക്ക് കുറേ ജോലിയുണ്ട്. പോട്ടെ. സൗമ്യ സിസ്റ്ററെ, എന്താ ജോബിച്ച? പോവാണോ? ഇപ്പൊ പോയിട്ടെ പിന്നെ വരാട്ടോ. ദുഃഖിതരുടെ ആശ്രയമായ ദൈവമേ, ജോബിച്ചനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൈപ്പേറിയ അനുഭവങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ജോബിച്ചന് നൽകണമേ.
ജോബിച്ച സിസ്റ്റർ എവിടെയാ? ഇന്നെനിക്കല്പം ധൃതിയുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു മെഡിക്കൽ ക്യാമ്പിന് പോവുക. ആഹാ, നല്ല ചിരിയൊക്കെ ഉണ്ടല്ലോ. മിടുക്കനായിട്ടിരുന്നോണം. സിസ്റ്ററെ, പോകുവാണോ? രോഗികളും ദുഃഖിതരും ഒത്തിരിയുണ്ട് ജോബിച്ച. ഈശോയുടെ സ്നേഹം അവർക്കും നൽകണ്ടേ? എന്റെ ജീവിതം അതിനുള്ളതാണ് ജോബിച്ച. പോട്ടെ. സിസ്റ്റർ എന്താ എന്നോട് പിണക്കാണോ? സൗമ്യ ഞാൻ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയതിൽ അല്പം കടുത്ത വാക്കുകൾ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അതെ, ചില സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞായിരുന്നു ഈ മുല്ലപ്പൂമാല ഉണ്ടാക്കി കൊടുക്കുന്നതിനെ പറ്റി. അങ്ങനെയൊരു പതിവ് നമ്മുടെ ഇടയിലില്ലല്ലോ. അത് മനസ്സിലുള്ളതുകൊണ്ടാ അങ്ങനെ സംസാരിച്ചത്. കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അന്ധനായൊരു മനുഷ്യനല്ലേ. ക്രിസ്തുവിന്റെ സ്നേഹമാണത്. ഞാനും സൗമ്യയിൽ നിന്നും ചിലത് പഠിച്ചു. നന്ദിയുണ്ട് സിസ്റ്ററെ. സാരമില്ല സിസ്റ്ററെ. ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോഴാ എനിക്ക് എന്റെ ഈ കുറവ് മനസ്സിലായത്. നമ്മൾ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുതല്ലോ. സിസ്റ്റർ ഫബിയോളയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. നമുക്ക് ആ പാടത്തിനക്കരെയുള്ള വീട്ടിലേക്ക് പോകാം. അവിടെ ഒരു അമ്മച്ചി കിടപ്പിലായിട്ടുണ്ട്. കുറേ ദിവസങ്ങളായി. വാ, നമുക്ക് പോയേക്കാം. ജോബി, ആരാത്? ഫബിയോള സിസ്റ്ററാണോ? അതെ. സിസ്റ്ററെ, സൗമ്യ സിസ്റ്റർ വന്നോ? ഇല്ല ജോബി. ഒരു കാര്യം ജോബിയോട് പറയാനാ ഞാൻ വന്നത്.
ഒരു സന്തോഷവാർത്ത. എന്താ സിസ്റ്ററെ? ജോബിക്കൊരാൾ കണ്ണ് ദാനം ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരപകടത്തിൽ മരിച്ച ആളിൻ്റേതാ. ഇന്ന് ജോബിയുടെ ഓപ്പറേഷൻ നടക്കും. എന്താ, ജോബി റെഡിയല്ലേ? എന്റെ യേശുവേ, എങ്ങനെയുണ്ട് ജോബി? വേദനയൊന്നുമില്ല. ഉം. വല്ലതും കാണാവോ? എനിക്കെല്ലാം കാണാം സാറേ, എല്ലാം കാണാം. താങ്ക് ഗോഡ്. ഗുഡ്. സൗമ്യ സിസ്റ്റർ എന്തേ? ജോബി, എന്താ ഇത്? സൗമ്യ സിസ്റ്റർ എന്തേ? ഇനിയും ജോബിയുടെ അടുത്ത് മറച്ചു വെക്കണ്ടല്ലോ. നമ്മുടെ സൗമ്യ സിസ്റ്റർ ഇനി തിരിച്ചു വരില്ല. ഒരപകടത്തിൽ ആശുപത്രിയിൽ വെച്ചു മരിച്ചു. ICUവിൽ വെച്ച് സിസ്റ്ററിന്റെ കണ്ണുകൾ ജോബിക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു. ജോബിയുടെ കണ്ണുകൾ സൗമ്യയുടെ കണ്ണുകളാ. മരിക്കുന്നതിന് മുൻപ് സൗമ്യ പറഞ്ഞുകൊടുത്തെഴുതിയൊരു കത്ത് എന്റെ കയ്യിലുണ്ട്. ഈ കത്ത് വായിക്കാമോന്ന് നോക്ക്. എല്ലാറ്റിനും ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. ജോബിച്ചന്റെ കഴിഞ്ഞകാലത്തെ ദുഃഖങ്ങൾക്കും അർത്ഥമുണ്ട്. എല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും. സന്തോഷമായി ജീവിക്കൂ. ഞാൻ ജോബിച്ചനിൽ യേശുവിനെയാണ് ദർശിച്ചത്. അതുകൊണ്ടാണ് ഈശോയുടെ സ്നേഹം തന്നത്. എനിക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ഫബിയോള സിസ്റ്ററെ. ആഹാ, ജോബിയോ? ജോബിനി എങ്ങോട്ടാ? അതൊരു ചോദ്യമാണ്. ഫബിയോള സിസ്റ്ററും സൗമ്യ സിസ്റ്ററിന്റെ ഓർമ്മകളുള്ള ഈ സ്നേഹതീരത്തു നിന്നും
ഞാൻ എങ്ങോട്ട് പോവാനാ? ഞാൻ എന്താ ചെയ്തത്? എല്ലാം സൗമ്യ സിസ്റ്ററിന്റെ നന്മയല്ലേ? ഞാൻ നന്ദി പറഞ്ഞത് ഇനിയും പറ്റാത്ത ഈ ലോകത്തിന്റെ സ്നേഹത്തിനാണ്. ഫബിയോള സിസ്റ്ററും എന്റെ നന്മ ആഗ്രഹിച്ച എല്ലാവരും എന്റെ കണ്ണുകളുടെ കാഴ്ച തിരികെ നൽകി. ഭീകരപ്രവർത്തകരോട് പോരാടി കടുത്തതായി മാറിയ എന്റെ മനസ്സിനെ സ്നേഹം കൊണ്ട് നിങ്ങൾ കീഴടക്കി. ഈ സ്നേഹം ലോകത്തിന് നൽകി മനസ്സിനെ ദൈവത്തിന് അർപ്പിക്കൂ ജോബി. ഫബിയോള സിസ്റ്ററെ, എനിക്ക് വീണ്ടും ജീവിതം നൽകിയ ദൈവത്തിനായി എന്റെ ജീവിതം ഞാൻ സമർപ്പിക്കുകയാണ്. എന്താ ജോബിയുടെ ആഗ്രഹം? എനിക്ക് പഴയ ജീവിതം മടുത്തിരിക്കുന്നു. എന്റെ ജീവിതത്തെ അനാഥർക്കും രോഗികൾക്കുമായി സമർപ്പിക്കണം. അതിനുള്ള വിളി ജോബിക്കുണ്ടെങ്കിൽ ഈ ആശുപത്രിയിലെ അനാഥരോഗികളുടെ വാർഡിൽ ശുശ്രൂഷ ചെയ്യാം. അതായിരുന്നു സൗമ്യ ചെയ്തിരുന്ന ജോലി. എനിക്ക് വെളിച്ചം പകർന്ന ആ കണ്ണുകൾ അനാഥരോഗികളെ പരിധി നടന്നതാണ്. ആർക്കും വേണ്ടാത്ത അവരെ ലാളിച്ചും ഓമനിച്ചും. ജോബിയുടെ മനസ്സൊരു തങ്കമാ. ഇവിടെ ഞാൻ ചെറുതായി പോകുന്നത് പോലെ. എനിക്ക് ഈ മെഡിക്കൽ സെന്ററിലെ അനാഥരുടെ വാർഡിലേക്ക് പോകണം സിസ്റ്ററെ. വരൂ ജോബി. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു. ഹൃദയതമ്പുരു നീട്ടി ഞാൻ നന്ദിയേകുന്നു. 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 എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ. മണ്ണിൽ നിന്റെ ശ്വാസമൂതി ജീവനേകി നീ. എൻ്റെ ഓരോ ശ്വാസവും ഇനി നിന്റേതാണല്ലോ. മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശു പേറി ഞാൻ തളർന്നാലും എൻ്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. കുരിശിലന്നു നിന്റെ
വച്ചതുപോ മിന്നിമായും മൺചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ നിണമണിഞ്ഞാലും നിന്റെ വഴിയെ മാത്രമെന്നും ഞാൻ നടന്നിടും. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തന്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരു മീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എന്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവും